അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ആ ബസ്സിൽ കയറുമ്പോൾ ആ സ്ത്രീകളുടെ സൗജന്യ യാത്ര നേർക്കുനേരെ കാണുന്നത്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, 3 വർഷങ്ങൾക്കപ്പുറമാണ്. ഞാൻ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട് പൊള്ളാച്ചിയിലേക്കാണ് അന്ന് പോയത്. അപ്പോൾ ഒരു ചെറിയൊരു ടൂർ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്, ഒരു യാത്ര എന്നുള്ള നിലക്ക്. അപ്പോൾ ഈ പാലക്കാട് കോയമ്പത്തൂർ വഴി പൊള്ളാച്ചിയിലേക്ക് എത്തി അവിടുന്ന് അങ്ങോട്ട് ബസ് മാർഗം മറ്റൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പുലർച്ചെയാണ് ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തുന്നത്. അതെ. അപ്പോൾ അപ്പോഴേ ഏകദേശം സജീവമാണ് ബസ് സ്റ്റാൻഡൊക്കെ. കാരണം ഒരു പച്ചക്കറിയിലെ നമ്മുടെ നാടുകളിലേക്കൊക്കെ പച്ചക്കറികൾ എത്തുന്ന. അപ്പം ഞാൻ അന്നിങ്ങനെ നമ്മൾ ഈ കേട്ടുകേൾവിയുള്ളതാണ്, തമിഴ്നാട് ബസ്സുകളിൽ, സർക്കാർ ബസ്സുകളിൽ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. നിശ്ചിത പരിധിക്ക് നിശ്ചയിച്ച ദൂരപരിധി ഉണ്ടാകാം, അതല്ലെങ്കിൽ ബസ്സുകളുടെ കാറ്റഗറി വ്യത്യാസം ഉണ്ടാകാം. ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ആ ബസ്സിൽ കയറുമ്പോൾ ആ സ്ത്രീകളുടെ സൗജന്യ യാത്ര നേർക്കുനേരെ കാണുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റാലിൻ ഗവൺമെൻറ്റാണ് ഈ തമിഴ്നാട്ടിൽ അതൊരു 2021 കാലഘട്ടത്തിൽ മെയ് മാസത്തിലേറ്റാണ് തോന്നുന്നുണ്ട് തുടങ്ങുന്നത്. പിന്നീട് 2023 ജൂണിലാണ് കർണാടക സർക്കാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ പ്രീമിയം ബസ്സുകളിൽ ഒഴികെ മറ്റു ബസ്സുകളിലൊക്കെ കർണാടകയിൽ അങ്ങെങ്ങും സൗജന്യ യാത്ര സ്ത്രീകൾക്കുണ്ട് എന്നാണ്. ഇപ്പോൾ ജൂൺ 15-ാം തീയതി കേരളത്തിലും ഒരു വലിയ ചരിത്രത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ആ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ സഞ്ചരിച്ചവർ തന്നെയാണ് നമ്മൾ. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം കേരളത്തിലേക്കും എത്തി എന്നുള്ളത് നമ്മൾ ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി, ഇന്നലെ എന്ന് പറയുമ്പോൾ ജൂൺ 15-ന് തമ്പാനൂർ ആ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അത് ഉദ്ഘാടനം ചെയ്തതോടുകൂടി അതങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അത് ഏറെ സന്തോഷകരം തന്നെയാണ്. തീർച്ചയായും. മാത്രമല്ല ഇപ്പം നമ്മൾ അതിൽ കാണേണ്ടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി അതിനെ വിശദമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു വാചകം അത് മനസ്സിൽ തറച്ചുപോയി എന്നുള്ളതാണ്. അതെന്താണ് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്താൽ അത് പൂർണ്ണമായും വീടുകളിലെത്തും. എന്നാൽ ഇപ്പോൾ പുരുഷന്മാരുടെ ഒരു സമരം അതേസമയം അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മളടങ്ങുന്ന പുരുഷന്മാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് പൂർണ്ണമായും കുടുംബത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല, സർക്കാരിന് കിട്ടും എന്നുള്ളത് അദ്ദേഹം ഭൂരിഭാഗം പുരുഷന്മാരും അദ്ദേഹത്തിന് മുഴുവൻ പുരുഷന്മാരെ അല്ല അദ്ദേഹം പറയുന്നത്. ശരിക്ക് ഞാൻ പിന്നീട് ഈ മെൻസ് അസോസിയേഷന്റെ അവരുടെ ഒരു ലീഡറുടെ പ്രതികരണം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം അതിലങ്ങോട്ട് ആത്മസംതൃപ്തനായി. നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സമരം നിർത്തിയിരുന്നു എന്നുള്ള ഒരു, അല്ല, സമരം നടത്താൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. സമരം നടത്തുന്നവർ അത് പ്രതിപക്ഷ പാർട്ടിയാകട്ടെ അതല്ലാത്ത അസോസിയേഷനുകളാകട്ടെ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. അതിന് നമ്മൾ മുഖവിലക്കെടുക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന, ഇപ്പോൾ തമിഴ്നാട് സർക്കാരൊക്കെ അത് 2021 പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റാലിൻ ഗവൺമെന്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 888 രൂപ ഒരു മാസത്തിൽ അന്ന് ഒരു സ്ത്രീക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ കഴിയുന്നു എന്നാണ്. അപ്പൊ ഇത് അവർക്ക് അവരുടേതായ ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ അല്ലെങ്കിൽ സാമൂഹികമായ എല്ലാ ഉന്നമനത്തിനും വേണ്ടി തന്നെയാണ് ഒരു സർക്കാർ. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് KSRTC പോലുള്ള കുറച്ച് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, കുറച്ച് പ്രയാസത്തിലാണ് ആ ഒരു ബോർഡ്. KSRTC ബോർഡാണല്ലോ, KSEB പോലെ കുറച്ച് പ്രയാസത്തിലാണ് എന്ന് കേൾക്കുന്നതോടൊപ്പം ഇത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കൊണ്ടുവരികയും അത് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 വർഷം സമയമുണ്ട്. ആ 5 വർഷം തീരാറാവുന്നതിന് മുമ്പ് ശരിക്കും അവരുടെ വാഗ്ദാനം അത്രയേ ഉള്ളൂ. ഞങ്ങൾ കയറിയാൽ അത് നടപ്പിൽ വരുത്തും എന്നുള്ളൂ. പക്ഷേ പലപ്പോഴും അത്
നേരത്തെ തന്നെ അത് നടപ്പിൽ വരുത്തി എന്നുള്ളത് നമ്മളൊരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ വിലയിരുത്തുക എന്നുള്ളതിനപ്പുറം നല്ലത് കാണുമ്പോൾ അതിനോടൊരു പോസിറ്റീവായ നിലപാട് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അതോടൊപ്പം ഇപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുരുഷന്മാരെ അപേക്ഷിച്ച് ദുർബലർ തന്നെയാണ്. അപ്പൊ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു ആശയ സംഹിതയിലേക്ക് ഇപ്പൊ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ ഗവൺമെന്റുകൾ എത്തി നിൽക്കുമ്പോൾ അതേറെ സന്തോഷമുണ്ട് എന്ന ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്.